ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയെ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർപ്പോ മൃഷാ കാമ്യാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖില ശ്രുത്സാരമേകം അധ്യാത്മദീപമതിഥിർഷദന്തമോന്തം സംസാരിണം കരുണയാഗ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാമ രാമ ഹരേ ഹരേ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. മൂകം കരോതി വാചാരം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവരും ജോയിൻ ചെയ്തല്ലോ. ഇവിടെ നമ്മള് കഴിഞ്ഞ ആഴ്ചയിലെടുത്ത ഭാഗവതം ആരാണ് പറയുക? ഹരേ കൃഷ്ണ. ഭാഗവതം ഇടം വരെ എടുത്തു. എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്? ആർക്കൊന്ന് പറയാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആർക്ക് തരാൻ പറ്റും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. കഴിഞ്ഞ ശ്ലോകത്തില് പിന്നെ ശ്ലോകം 1 പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് വിതുരരുടെ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ട് ഇതില് വിതുരരും പിന്നെ മൈത്രേയ മുനിയും തമ്മിലുള്ള സംഭാഷണമാണ് വിവരിക്കുന്നത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പ്രഭു നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. വേറെ ആരെങ്കിലും? നമ്മളെ വിതുര മൈത്രേയ സംഭാഷണം, അത് നമ്മൾ ഇനിയിപ്പം 3-ാം സ്കന്ധം എടുത്താലും 4-ാം സ്കന്ധം എടുത്താലും എല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വിദൂര മൈത്രേയ സംവാദത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ വിദൂര മൈത്രേയ സംവാദത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിതുരർക്ക് ആവശ്യം എന്തോ അതെല്ലാം മൈത്രേയർ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ ആ തീർത്ഥയാത്രയ്ക്ക് പോവാനുണ്ടായ കാരണം, തീർത്ഥയാത്രയിൽ മൈത്രേയനെ കണ്ടുമുട്ടുന്നത്
അവിടെ വെച്ച് അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ലഭിച്ചത്. അപ്പം ഗോവിന്ദന്റെ അതീന്ദ്രിയ പ്രേമഭക്തിയുത സേവനത്തിൽ സ്ഥിതനാകുകയാണ് ഏറ്റവും പരമാനന്ദപരമായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് മൈത്രേയ മഹർഷി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അറിയണമോ, ഭഗവാൻ എന്തെല്ലാമോ ഏൽപ്പിച്ചിട്ടു, എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭഗവാൻ പോകുന്ന അവസരത്തിൽ വിതുരരെ എത്തുമെന്നും ഗജ അവസാന സമയത്ത് പോലും വിതുരരെ സ്മരിക്കുന്നു ഭഗവാൻ എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. വിതുരന്റേതായ ആ പ്രാധാന്യം. അപ്പം വിതുരര് വരുമ്പോൾ മൈത്രേയ മഹർഷിയോട് ഉപദേശങ്ങൾ കൊടുക്കാൻ പറയുന്നതായിട്ട് നമ്മളവിടെ കാണുന്നു. അപ്പൊ അത്രമാത്രം പ്രാധാന്യം വിതുരർക്കുണ്ടായിരുന്നു. വിതുരർ അത് കേട്ടപ്പോൾ രോമാഞ്ചം കൊണ്ടുപോയി, എന്നെ കുറിച്ച് ഓർത്തോ ഭഗവാൻ എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതി, ആ ഒരു പ്രത്യേകത. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, ഏറ്റവും ഫലവത്തായിട്ടുള്ളത്, ഉന്നതമായിട്ടുള്ളത് എന്താണ് എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്ന നേരത്ത് വിതുരവര് ആത്മാവിന്റെ പ്രാപ്യസ്ഥാനത്തെ സംബന്ധിച്ച ജ്ഞാനം മൈത്രേയ മുനിയിൽ നിന്നും ഗ്രഹിച്ചതിന് ശേഷം ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞു. കുറെ നാള് അവിടെ ഹസ്തിനാപുരത്തിൽ ഉണ്ടായിരുന്നില്ല. പോകാനുള്ള കാരണവും നമുക്കറിയാം. അപ്പൊ അവിടെ നിന്നും അദ്ദേഹം തിരിച്ചു വരുന്നു. അവിടെ തിരിച്ചു വരുന്നത് എന്താണ്, അതിനും ഒരു കാരണമുണ്ട്. പോകാനൊരു കാരണമുണ്ട്, അതുപോലെ തിരിച്ചു വരുന്നതിനും ഒരു കാരണം ഉണ്ട്. അതാണ് കാണുന്നത്. അപ്പം വിതുരരെ കുറിച്ച്, വിതുരരുടെ എങ്ങനെയാണ് ഇവിടെ വന്ന് ഹസ്തിനാപുരത്തിൽ വന്ന് ജനിക്കാനുണ്ടായ കാരണം എന്നാർക്കെങ്കിലും അറിയാമോ? ആ കഥ ആർക്കെങ്കിലും പറയാമോ? അപ്പൊ അത് വായിച്ചു കാണുമല്ലോ എല്ലാവരും. ഹരേ കൃഷ്ണ. മാതാജി സാരും മുന്നോട്ട് വരുന്നില്ല, എല്ലാവരും ഉറങ്ങിപ്പോയോ? ഒരുത്തരും വരുന്നില്ല, എന്ത് പറ്റി? ഭാഗവതമൊക്കെ ഒരുവിധമായി, ഇനി മതിയായം തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. മണ്ഡൂക മുനിയാൽ ശപിക്കപ്പെട്ട, യമരാജൻ ശപിക്കപ്പെട്ട അതിൽ നിന്നുണ്ടായ ഒരു അവതാരമാണ് വിതുര. യമരാജന്റെ അവതാരമാണ്. ഒരു ശൂദ്ര സ്ത്രീയിൽ ജനിക്കുമെന്ന് മണ്ഡൂക മുനി. അതെ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാളെ ആരെങ്കിലും ഒരാള് പ്രഭു പറഞ്ഞതുകൊണ്ട് ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ആരും മുന്നോട്ട് വരാതിരിക്കുമ്പോ നമുക്ക് എന്താണ് ഭാഗവതം പറഞ്ഞത് കൊണ്ടുള്ള പ്രയോജനം എന്ന് നമുക്ക് തോന്നിപ്പോ സംശയം. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വിതുരൻ. ദാസീപുത്രനാണെന്ന് നമുക്കറിയാം. ധൃതരാഷ്ട്രരുടെ അമ്മ അംബികയുടെ ദാസിയിലുണ്ടായ മകനാണ് വിതുരൻ. പക്ഷെ ആ വിതുരനുണ്ടാകാൻ ഒരു കാരണമുണ്ട്, വിതുരൻ ജനിക്കാനായിട്ട് എന്നുള്ളത് നമ്മുടെ പുസ്തകത്തിൽ ശ്രീലപ്രഭാതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കലും മണ്ഡൂക മുനി അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ കുറെ കള്ളന്മാരെല്ലാരും കൂടി, മോഷ്ടാക്കളെല്ലാം കൂടെ കയറിയിരുന്നു. അപ്പം മണ്ഡൂക മുനിയും അവിടെ തന്നെയുണ്ട്, മോഷ്ടാക്കളും അവിടെ തന്നെയുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? രാജഭടന്മാര് വന്ന് മോഷ്ടാവിനെ പിടിച്ച കൂട്ടത്തിൽ മണ്ഡൂക മുനിയെ കൂടി പിടിച്ചുകൊണ്ട് വരികയും, അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അദ്ദേഹത്തെ ശിക്ഷ കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പം അതുപോലെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുവന്നു. ന്യായാധിപൻ എന്ത് ചെയ്തു? അവിടെ വന്നപ്പോ മുനിയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, കള്ളനാണെന്നുള്ള ലക്ഷണത്തിൽ, കാരണം വേഷം മാറിയിരിക്കാമല്ലോ. അപ്പൊ എന്ത് ചെയ്തു? മുനിയെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാനാണ് ഉത്തരവിട്ടത്. പക്ഷേ ആ സമയത്ത് തന്നെ മഹാരാജാവ് ഈ വിവരം അറിയുകയും അദ്ദേഹം ഉടനെ ആ ശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. അദ്ദേഹത്തിനോട് മാപ്പ് ചോദിച്ചു രാജാവ്. കാരണം മഹാമുനിയാണ് അദ്ദേഹം ഒരിക്കലും ഈ തെറ്റ് ചെയ്യുകയില്ല എന്നറിയാം. അതുകൊണ്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ മാപ്പ് ചോദിച്ച് അദ്ദേഹത്തിന്റെ ഫ്രീ ആക്കി വിടുന്നു. പക്ഷെ അദ്ദേഹത്തിന് ദേഷ്യം, അദ്ദേഹത്തിന് തോന്നി താൻ എന്ത് അപരാധം ചെയ്തിട്ടാണ് താൻ എന്നെ ഈ വിഷ്ണു സ്ഥിതിപ്പെടുത്തിയത്, ഇതിന് കാരണം എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കഴിവ് കൊണ്ട് അദ്ദേഹം പോയി ശിക്ഷ നടപ്പാക്കുന്നത് ആരാണ്? എല്ലാ ശിക്ഷകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെല്ലാം ശിക്ഷ നടപ്പാക്കുന്നത് ആരാണ്? നമ്മൾ ഈ ജന്മത്തിലോ മുജന്മത്തിലോ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കെല്ലാം ശിക്ഷ തരുന്നത് ആരാണ്? ആർക്കാണ് അതിന്റെ അതോറിറ്റി? ഭഗവാന്റെ അതോറിറ്റി. ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് യമരാജന്. നമ്മൾ എന്താണോ
ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയും പരമാത്മാവായി ചിത്രഗുപ്തൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിടുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് പറയും അല്ലെ. ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് യമരാജന് ശരിക്കും അറിയാൻ കഴിയും. യമരാജൻ അതിനെല്ലാം ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് യമരാജൻ അവിടെ നിൽക്കുന്നത്. ആ യമരാജൻ എന്ത് ചെയ്യുന്നു? യമരാജനോട് ചെന്ന് ദേഷ്യം അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത്? എന്നെ ഇത്രമാത്രം വലിയ ഒരിതിലാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ യമരാജൻ പറയുന്നുണ്ട്, നിസാര കുറ്റത്തിന് പോലെ എത്ര വലിയ ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. തന്റെ കുട്ടിക്കാലത്തെ ഈ മുനി ഒരു ഉറുമ്പിനെയാണ്, നമ്മൾ എത്രയോ ഉറുമ്പിനെ ചവിട്ടി കൊല്ലുന്നു അല്ലെ നടക്കുന്ന കൂട്ടത്തിൽ. ഒരു ഉറുമ്പിനെ പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. കൂർത്ത വൈക്കോൽ കൊണ്ട് നോവിച്ചിരുന്നു. വൈക്കോൽ എടുത്തിട്ട് അതിനെ ഉള്ളിലേക്ക് കടത്തി വിടുകയും അതിനെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പൊ ഒരു രസമായിട്ട് അന്നത്തെ സമയത്ത് ഒരു രസമായിട്ട് തോന്നി. അങ്ങനെ അത് ചെയ്യുകയും അങ്ങനെ വൈക്കോൽ കൊണ്ട് നോവിച്ചിരുന്നതിനാൽ അങ്ങനെ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തത് കൊണ്ട് എന്തു പറ്റി? നേരത്തെ നമ്മൾക്കറിയാം, അറിയാതെ ചെയ്താലും അറിഞ്ഞു തെറ്റാലും തെറ്റ് തന്നെയാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിനെ ശിക്ഷ കൂടും. അങ്ങനെ അതുകൊണ്ട് ആ ഒരു ഇത് ഓർമ്മിപ്പിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അതിനു വേണ്ടിയാണ് ഈ ഒരു ശിക്ഷ കൊടുത്തതെന്നും അദ്ദേഹം. പക്ഷെ മുനിക്ക് അത് സ്വീകാര്യമായി തോന്നിയില്ല. താൻ വളരെ കുട്ടിക്കാലത്ത് മുറ്റമ്പത്തിൽ എന്തോ ഒരു ചെറിയ ഒരു ഉറുമ്പിനെ ഒരു വൈക്കോലിന്റെ ഒരു അറ്റം കൊണ്ട് കുത്തി, അപ്പൊ ഒരു കൊമ്പ് കൊണ്ട് ഒന്ന് കുത്തിയതിന് ഇത്രമാത്രമാണോ ശിക്ഷ എന്നുള്ളത് കേട്ടിട്ട് അദ്ദേഹത്തെ ശപിച്ചു. നീ ഒരു ശൂദ്രാവതാരമായി, യമരാജാവിനെ ഒരു ശൂദ്രാവതാരമായി വന്നിരിക്കട്ടെ എന്ന്. അപ്പം അദ്ദേഹം അവിവേകമാണ് ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ട് ശൂദ്രനായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും ഒക്കെ സഹോദരനായിട്ട് വിദർഭ ജനിക്കുന്നത്. അപ്പം ഈ ചിത്രവീരന്റെ ന്റെയും ആരൊക്കെയാണ് 2 മക്കൾ ഉണ്ടായിരുന്നു. ആർക്ക്? സത്യവതിക്കുണ്ടായ 2 മക്കൾ. ഒരു മകന്റെ ഒരു മകൻ ആദ്യത്തെ മകൻ മരിച്ചുപോയി, 2ാമത്തെ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദാസിയുടെ മകനായിട്ട് ജനിക്കേണ്ടതായിട്ട് വരും. ബാക്കി കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം പിന്നീട് വിതുരരുടെ വളരുന്നു. വിതുരർക്ക് സമ്പത്തൊന്നും അച്ഛന്റെ ഭാഗത്തൊന്നും കിട്ടുന്നില്ല അവിടെ. പക്ഷെ വളരെ ജ്ഞാനിയായിട്ട് വിതുരർ വളർന്നു വരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണൻ ശുദ്രാണിയിൽ ജനിച്ച ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്തത്. വളരെ അറിവുള്ള സ്ത്രീ തന്നെയായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ എന്നാൽ ധൃതരാഷ്ട്രർ അദ്ദേഹത്തിനെ കാര്യമായി നോക്കിയിരുന്നു. പക്ഷെ അദ്ദേഹത്തോടൊപ്പം കാര്യം കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം രാജ്യം നേരെ കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നൽകിയിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ദുര്യോധൻ ഇദ്ദേഹം കൈകടത്തുന്നതൊന്നും ഇഷ്ടമല്ല. രാജ്യകാര്യങ്ങളിൽ പാണ്ഡവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുകയും പാണ്ഡവരോട് നീതി കാണിക്കണം എന്ന് വിതുരർ വീണ്ടും ജ്യേഷ്ഠനോട് പറയുമ്പോൾ, സ്വന്തം ജ്യേഷ്ഠനാണല്ലോ, നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരായിട്ട് തന്നെയാണ് ഭീഷ്മര് വളർത്തിയത് 3 പേരെ ഒരുപോലെ. അങ്ങനെ വിതുരർ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ദുര്യോധന ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടത് കൊണ്ട് അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു പോയി. അതിനും ഒരു കാരണം മൈത്രേയ മുനിയെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ് ആ കഥ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ശ്ലോകം 2ലേക്ക് പോകാം. യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രതഃ യാതൈക ഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രതഃ യാതൈക ഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. യാവതഃ കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവ അഗ്രതഃ ജാതൈക ഏക ഭക്തി ഗോവിന്ദേ. അങ്ങനെ പിരിക്കണം. ജാതൈക ഭക്തിർ ഗോവിന്ദേ എന്ന ഒരു വാക്ക് ജാത ഏക ഭക്തി ഗോവിന്ദേ അങ്ങനെ പിരിക്കാം. ജാതക അതുപോലെ ജാത ഏക ഭക്തി ഗോവിന്ദേ അങ്ങനെ പിരിക്കാം. പിന്നെ തേഭ്യഃ ച ഉപരരാമ ഹ. യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ
കൗശാരവാഗ്രതഃ യാതൈകഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോ പരരാമഃ യാവതഃ എല്ലാം കൃതവാൻ അദ്ദേഹം ചോദിച്ചു. കൃതവാൻ എന്ന് പറയുന്നതുകൊണ്ടാണ് അദ്ദേഹം ആരാഞ്ഞു, ചോദിച്ചു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ. ക്ഷത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരുപാട് ക്ഷത കണ്ടു കഴിഞ്ഞു. വിതുരന്റെ വേറൊരു പേരാണ് ക്ഷത എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കാണാത്ത പേരാണ് കൗശാരവ. മൈത്രേയന്റെ ഒരു പേരാണ് കൗശാരവൻ എന്നുള്ളത്. കൗശാരവ. അഗ്രതഃ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ. ജാഥ മീൻസ് ഒരുവിധം പൂർണ്ണമായ ഭക്തിയിൽ പൂർണ്ണമായ അറിവിൽ ജ്ഞാനത്തിൽ പൂർണ്ണമായ അറിവ് നേടിയിട്ട് എന്നുള്ളതാണ് ജാഥ. ഏകം എന്ന് വെച്ചാൽ ഒറ്റ, ഒന്ന്. ഭക്തി ഇവിടെ പറയുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ പ്രേമയുത സേവനം. ഭക്തിക്ക് എപ്പോഴും ശ്രീല പ്രഭുപാദര് ഭക്തിയുത സേവനം എന്നാണ് ഉപയോഗിക്കുക. അതീന്ദ്രിയ പ്രേമയുത സേവനം എന്ന് വെച്ചാൽ ഭഗവാന് ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ്, എനിക്ക് നല്ല ഭക്തിയാണ് ഭഗവാന്റെ അടുത്ത്, ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്, തൊഴാറുണ്ട്. ആ ഭക്തിയെ മാത്രം ഭക്തിയായിട്ട് ഇവിടെ എടുക്കുന്നില്ല. ഭഗവാന് വേണ്ടി ചെയ്യുന്ന അതീന്ദ്രിയ പ്രേമയുത സേവനത്തെയാണ് നമ്മൾ ഭക്തിയായിട്ട് മനസ്സിലാക്കുന്നത്. ഗോവിന്ദേ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ. തേഭ്യ ഭഗവാനെ സംബന്ധിച്ച മറ്റു ചോദ്യങ്ങൾ, അല്ലെങ്കിൽ തേഭ്യ മറ്ററിയേണ്ട ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള മറ്റു ചോദ്യങ്ങൾ. ഉപരരാമ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മാറി വിരമിച്ചു എന്നുള്ള അർത്ഥം. ഗതകാലത്തെ സംബന്ധിച്ച. യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗശാരവഗ്രതഃ യാതൈക ഭക്തിർ ഗോവിന്ദേ തേഭ്യശ്ചോ പരരാമഃ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്ദേഹം ശ്രീ ഗുരു കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം മാതാജി, നേരത്തെ കേട്ടില്ല. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യനുകളൊക്കെ ചോദിച്ചിട്ട് ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായ എന്നുവെച്ചാൽ ആത്മാവിനെ കുറിച്ച് അറിയുക, നമ്മൾ ആരാണെന്ന് അറിയുക, അതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുക. ഇത് രണ്ടും എടുത്തിട്ട് പ്രേമയുദ്ധ സേവനത്തിൽ ഭഗവാന് ഭക്തിയുദ്ധ സേവനം ചെയ്യുകയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ സ്ഥിതനായ ശേഷം അതിൽ മൈത്രേയ മുനിയുടെ കൂടുതൽ ചോദ്യം ചോദിക്കുന്നതിൽ നിന്നും വിതുരർ പിൻവാങ്ങി. എന്നുവെച്ചാൽ വിതുരനും മൈത്രേയ മുനിയുമായിട്ടുള്ള സംവാദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിച്ചു, ഒരുപാട് ഉപദേശങ്ങൾ നൽകി. അത് നമ്മൾ ഇനിയും കാണും. അതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ പരമമായിട്ടുള്ള കാര്യങ്ങൾ, അതീന്ദ്രിയതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ 3-ാം സ്കന്ധം 4-ാം സ്കന്ധം ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൈത്രേയ മുനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ അതിൽ വളരെയധികം നോളജ് നേടിയതിന് ശേഷം ഇനിയും എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളതനുസരിച്ച് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതിനെല്ലാം വ്യത്യസ്തങ്ങളായ മറുപടിയാണ് നൽകിയത്. അങ്ങനെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ജീവിതത്തിൽ എന്താണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത്, ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യജന്മത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യാവദ കൃതവാൻ പ്രശ്നാൻ ശക്താശ കൗശാരവാഗ്രതഃ ജാതൈക ഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോ പരരാമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കുന്നു. കൃഷ്ണ. വാസുദേവായ. യാവദാ കൃതവാൻ പ്രശ്നാൻ ശക്താ കൗശാരവാഗ്രതഃ ജാതൈകാ ഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോ പരരാമഃ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഞാനൊന്ന് വായിക്കട്ടെ സുധാജി? വായിച്ചിട്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാദവ കൃതവാൻ പ്രശ്നാൻ ശബ്ദ കൗശാരവാഗ്രത ജാതൈക ഭക്തി ഗോവിന്ദേ ദേവിച്ചു പരരാമഹ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മള് ഈ ശ്ലോകത്തിൽ കാണുന്നത് ജീവിതത്തിന്റെ പരിപൂർണതയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും ഭഗവാനെ സംതൃപ്തനാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് പ്രേമ ഭക്തിയുത സേവനത്തിൽ സ്ഥിതനാകുക എന്ന് ഗ്രഹിച്ചതിന് ശേഷം വിതുരര് പിന്നീട് കൂടുതൽ ചോദ്യത്തിനായിട്ട് അവിടെ നിന്നില്ല. അറിയേണ്ടത് അറിഞ്ഞു, ഇനിയും തിരിച്ച് പോവുകയാണ് തന്റെ ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം എടുത്തു. അങ്ങനെ ബദ്ധ ജീവാത്മാക്കളെ നമ്മളെല്ലാവരും ഇന്ദ്രിയങ്ങൾ വ്യാപൃതരായിട്ടാണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നത്. അപ്പൊ യഥാർത്ഥ സന്തോഷം ഈ ബുദ്ധി കൊണ്ടോ മനസ്സിന്റെ ചിന്താഗതികൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചത് കൊണ്ടോ പിന്നെ എന്താണ് അഭ്യാസങ്ങളിൽ കൂടിയോ യോഗസിദ്ധിയിൽ കൂടിയോ ഇതുകൊണ്ടൊന്നും പരമസത്യത്തെ മനസ്സിലാക്കാൻ കഴിയയില്ല എന്നും ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കണം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് കർമ്മം ചെയ്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രബലമാക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുകയും അതുപോലെ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ ഒരുപാട് അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ചില ആൾക്കാരെ, എല്ലാവരും എന്നല്ല, കുറെ ആൾക്കാർ ഒരുപാട് അറിവ് നേടാൻ ശ്രമിക്കും. അതുപോലെ കർമ്മത്തിന്റെ ഫലം പിന്നെന്താണ് യോഗസിദ്ധിയിൽ കൂടി കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും. അങ്ങനെ ഇതൊക്കെയാണെങ്കിൽ പോലും യഥാർത്ഥമായി അറിയേണ്ടത് അറിഞ്ഞില്ല എങ്കിൽ, യഥാർത്ഥമായിട്ട് അറിയേണ്ടത് എന്തോ അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ ജീവാത്മാവിനെ തിരിച്ചു ഭഗവാനിലേക്ക് എത്താൻ കഴിയുകയില്ല. ജീവാത്മാവ് വീണ്ടും ഇവിടെ വന്ന് ഇവിടെയോ എവിടെയോ, ഇവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടെ തന്നെ എനിക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഭൗതിക പ്രവർത്തനങ്ങളിൽ എന്നും വ്യാപരിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ കഴിയേണ്ടതായിട്ട് വരും. അപ്പൊ തത്വശാസ്ത്ര ചിന്താപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അഹംഭാവം നമ്മളിലേക്ക് വരികയും നമുക്ക് അറിവുള്ളവരാണ് എന്നുള്ള രീതിയിൽ നമ്മള് അങ്ങ് മൂഢന്മാരെ പോലെ പെരുമാറുകയും ചെയ്യും. അതല്ല നമുക്ക് വേണ്ടത് എന്നിവിടെ പറഞ്ഞു കൊടുത്തു. അറിവ് വേണം. എപ്പോഴും പറയും മതം അതിന്റെ ഫിലോസഫിയോട് കൂടിയുള്ള മതം നല്ലത്. പക്ഷെ ആ ഒരു മതത്തിൽ അതിന്റെ അറിവില്ലാതെ പറ്റില്ല. പക്ഷെ അറിവ് വേണമെങ്കിൽ തന്നെ ആ അറിവിനധികം പ്രാധാന്യം, നമ്മൾ അറിവുള്ളവരാണ് എന്ന് ചിന്താഗതി വരരുത്. അതിനുവേണ്ടി ഉള്ള സമയം എല്ലാം ചെലവഴിക്കരുത്. നമ്മൾക്ക് വേഗം അറിവ് നേടുക, അതാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. എത്രയും വേഗം അറിയേണ്ടത് എന്തോ, അറിയേണ്ടത് ആരെയോ അത് നേടിയെടുക്കുക. അറിയേണ്ടത് അറിഞ്ഞ് അതിനുവേണ്ടി അത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കരുത്. അറിയേണ്ടത് എന്തോ അത് അറിയുക. അതിനുശേഷം നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്, ആരാണ് നമ്മളെ എന്നാദ്യമേ മനസ്സിലാക്കുക. ആരാണ് മാതാജീസ്? നമ്മൾ ആരാണ്? ഭഗവത് സേവകരാണ് നമ്മൾ, അല്ലെ? ശ്രീ ചൈതന്യ മഹാപ്രഭു പോലും പറഞ്ഞിട്ടുണ്ട്, അതാണ് ഒബീ ഭർത്തൃപാദ കമലയോർ ദാസദാസാനുദാസ. നമ്മളെ ആ ഭഗവാന്റെ ദാസാനുദാസന്മാരാണ് നമ്മൾ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ, നമ്മള് ഭാഗവതത്തിൽ പറയും, സമാശ്രിതായേ പദവല്ലവപ്ലവം മഹത്പദം പുണ്യേശോ മുരാരേ ഭവാംബുദേർ വത്സപദം പരം പദം 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 യത്തീർത്ഥം. എന്താണ്? മുരാരിയുടെ ആശ്രയമായി ആ മുരാരിയുടെ ആ പാദപങ്കജങ്ങളെ സ്വീകരിച്ച് അതിനനുസരിച്ച് പോകുന്നവർക്ക്, അങ്ങനെ ഈ അറിവ് മാത്രം കൂട്ടിവെച്ചുകൊണ്ട് അതിൽ അഹന്ത കാണിക്കുന്നതിനേക്കാൾ മുരാരിയുടെ നമ്മളെ ആ മുരാരിയുടെ പാദപങ്കജത്തിൽ നമ്മളെ ജീവിതത്തെ, നമ്മളെ തന്നെ ആശ്രയിച്ച് അവിടെ തന്നെ ആശ്രയമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ സംസാര സാഗരത്തിലേക്ക് കടക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല. അതൊരു കാലിക്കുളമ്പിലെ ജലം പോലെ അതിനെ കടന്നു പോകാൻ നമുക്ക് കഴിയും. ലക്ഷ്യം നമ്മുടേത് എന്താണ്? ഭഗവാനെ വേണ്ടി സേവ ചെയ്യുക എന്നുള്ളതായിരുന്നാൽ അങ്ങനെ ഭാഗവത പ്രധാനനായിട്ടിരിക്കുന്നവർക്ക് അതിന് കഴിയുകയും ചെയ്യും. അങ്ങനെ ആ പാദപല്ലവ പ്ലവത്തെ, ആ മഹത്പദത്തെ
അല്ലയോ ആ മുരാരിയുടെ പാദത്തെ കടന്നു പോകാൻ അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്ക്, ആ പാദത്തെ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായും അതിന് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം അറിവ് വേണം, അറിവും വേണം, കഴിവും വേണം, എല്ലാം വേണം. പക്ഷേ അതിന് ഒരു നിശ്ചിത സമയമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കാലം ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അറിവിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഭഗവാനെ സേവിക്കാനുള്ള അവസരം കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ഭഗവത് സേവകരാണെന്ന് മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ബദ്ധാത്മാവ് അപ്പം കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടി നിശ്ചയമായും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, അറിവ് നേടാൻ നോക്കാം. കർമ്മം, ജ്ഞാനം, യോഗം ഇവയെ കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നതിന് ശ്രമിക്കണം. അതിനുവേണ്ടി ആത്മീയാചാര്യനെ തേടി പിടിക്കേണ്ടതും ആവശ്യമാണ്. തീർച്ചയായും നമുക്കൊരു ആത്മീയാചാര്യനെ ലഭിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പം ഗൗരവമായ പല അന്വേഷണങ്ങളും നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുകയും അതിനുള്ള ഉത്തരവും നമുക്ക് കിട്ടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ആത്മീയാചാര്യനെ നമ്മൾ പേര് കേൾക്കാൻ വേണ്ടിയല്ല, നമ്മൾക്ക് അറിവ് നേടാൻ വേണ്ടി നേടിയെടുക്കണം. പക്ഷെ ആ അറിവ് എന്തായിരിക്കണം? ഗോവിന്ദ ഭക്തിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന്, ജീവിതത്തിന്റെ പരമലക്ഷ്യം ഗോവിന്ദ ഭക്തിയാണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് ഇവിടെ ആര് മനസ്സിലാക്കിയത്? വിതുരർ മനസ്സിലാക്കിയത്. അങ്ങനെ വിതുരർ അത് കഴിഞ്ഞു തിരിച്ചു വരുന്നതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹം അവിടെ നിന്ന് തന്റെ അദ്ദേഹത്തിനുണ്ടായ അനുഭവം, മകനിൽ നിന്നുണ്ടായ അനുഭവം കൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പം അദ്ദേഹം തിരിച്ചു വരുന്ന നാള് അടുത്ത ശ്ലോകത്തിൽ നമ്മള് പറയുന്ന 3-4 ശ്ലോകങ്ങൾ ഒന്നിച്ചാണ്. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജഃ ധൃതരാഷ്ട്രോ യുയുത്സുച്ച സൂത ശാരദ്വതപ്രഥാ ഗാന്ധാരി ദ്രൗപദീ ഭ്രമൻ സുഭദ്രാ ചോത്തരാ കൃപി അന്യാശ്ച ജാമയ പാണ്ഡോർ ജ്ഞാതയ സസുധാ സ്ത്രിയഃ തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജഃ ധൃതരാഷ്ട്രോ യുയുത്സുച്ച സൂത ശാരദ്വതപ്രഥാ ഗാന്ധാരി ദ്രൗപദീ ബ്രഹ്മൻ സുഭദ്രാ ചോത്തരാ കൃപി അന്യാശ്ച ജാമയ പാണ്ഡോർ ജ്ഞാതയ സസുധാ സ്ത്രിയാ. ഹരേ കൃഷ്ണ. തം ബന്ധും ആഗതം ദൃഷ്ട്വാ, തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹ അനുജഃ, ധർമ്മപുത്ര സഹ അനുജഃ ധൃതരാഷ്ട്രോ യുയുത്സുച്ച. അപ്പം ധൃതരാഷ്ട്രഃ യുത്സുഹു ച സൂതഃ ശാരദ്വത പൃഥാ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്ര ച ഉത്തര കൃപി അന്യ ച രാമയഃ പാണ്ഡോഃ ജ്ഞാതയ സസുതാഃ സ്ത്രീയാ. തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബന്ധും ആഗതം അവിടെ എത്തിച്ചേർന്ന, ആഗതരായ മലയാളത്തിലെ വാക്ക് തന്നെയാണ്. ദൃഷ്ട്വ അതും മലയാളം തന്നെ. കണ്ടതിന് ശേഷം ധർമ്മപുത്രരെ സഹ അനുജഃ, സഹാനുജ അവിടെ അനുജന്മാരോടുകൂടി ധൃതരാഷ്ട്രരെ യുയുത്സുവിനോടൊപ്പം, സാത്വികിയോടൊപ്പം സൂത സഞ്ജയനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നതുകൊണ്ട് സഞ്ജയനെ കുറിച്ച് അറിയാമല്ലോ. ശാരദ്വതനാണ് കൃപാചാര്യൻ. പൃഥ കുന്തിദേവി, ഗാന്ധാരി, ദ്രൗപദി, ഇത്രയും പേര്. ബ്രഹ്മൻ. അപ്പം കഥ പറയുമ്പം ബ്രഹ്മൻ എന്ന് പറയാൻ അവിടെ കാരണം എന്താണ്? ഇത്രയും പേരുടെ പേര് പറഞ്ഞിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഹേ ബ്രാഹ്മണരെ, അവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണരെ എന്ന് പറയാണ്. സുഭദ്രാജ ഉത്തര കൃപി. അപ്പം ദ്രൗപദി, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മൻ. ഹേ ബ്രാഹ്മണരെ. സുഭദ്ര അവരുടെ കൂട്ടത്തിൽ വീണ്ടും ഉണ്ടായിരുന്നു. സുഭദ്ര ഉണ്ടായിരുന്നു, ഉത്തര ഉണ്ടായിരുന്നു, കൃപി ഉണ്ടായിരുന്നു,
പിന്നീട് അന്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, ചവും ജാമയ മറ്റു കുടുംബാംഗങ്ങളുടെ പത്നിമാർ, ജാമയർ എന്ന് പറയുമ്പോ പാണ്ഡോഹോ പാണ്ഡവരുടെ, ജ്ഞാതയ കുടുംബാംഗങ്ങൾ, സസുതാഹ അവരുടെ പുത്രന്മാരോടൊപ്പം, സ്ത്രീയാഹ സ്ത്രീജനങ്ങൾ എന്നു. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജഃ ധൃതരാഷ്ട്രോ യുത്സുച്ഛ സൂത ശാരദ്വത പൃഥ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്ര ചോത്തര കൃതി അന്യാശ്ച ജാമയ പാണ്ഡോ ജ്ഞാതയ സസുതാ സ്ത്രീയഃ. അപ്പം സംസ്കൃതത്തെ നമ്മൾ പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് ആ ബ്രഹ്മൻ ഉപയോഗിച്ചത് എന്തിനാണ് എന്നൊരു സംശയം തോന്നണ്ട. അവരുടെ ഇവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ ആ സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലയോ ബ്രാഹ്മണനെ, അല്ലയോ ബ്രഹ്മനെ, അല്ലെങ്കിൽ ഹേ ബ്രാഹ്മണരെ എന്നുള്ള അർത്ഥത്തിൽ അവരെ വിളിക്കുകയാണ്. കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് ഇവിടെ? ഹരേ കൃഷ്ണ. ആരാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്? സൂത മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. ബ്രാഹ്മണരാരാണ്? അത് ഇതിലുള്ളതാണ് ബ്രാഹ്മണര്. മറ്റു മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിലെ ഇത്രയും വേർഡ്സ് ആണ് അതിലുള്ളത്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുധിഷ്ഠിര സൂതശാരദ്വൃഥ പ്രധാൻ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാ ചോത്തര കൃപി അന്യാശ്ച ജാമയ പാണ്ഡോ ജ്ഞാതയ സസുതാ സ്ത്രീയഃ. ഹരേ കൃഷ്ണ. നേരത്തെ നമ്മള് ഈ കൃപാചാര്യരെ കുറിച്ച്, ശല്യാരെ കുറിച്ച് ഒക്കെ പറഞ്ഞത് ആ ഓരോ ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് ഇവരെ കുറിച്ചെല്ലാം ഓരോ ശ്ലോകങ്ങളിലും വരും. അപ്പൊ അതുകൊണ്ടാണ് കൃപരും കൃപിയും ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇവരെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പൊ അത് പറയാം. ഇനി ആരെങ്കിലും വായിക്കുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജഃ ധൃതരാഷ്ട്രോ യുയുത്സുച്ഛ സൂതാ ശാരദ്വത പൃഥ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്ര ചോത്തര കൃപി അനച്ഛ ജാമയ പാണ്ഡോ ജാതായ സുസുതാ സ്ത്രീയഃ. അന്യാശ്ച ജാമയ പാണ്ഡോ, അന്യാശ്ച ജാമയ പാണ്ഡോഹോ ജ്ഞാതയ സസുധാ സ്ത്രീയഃ. അതാണ് പാണ്ഡോർ എന്ന് വരാൻ കാരണം പാണ്ഡോഹോ എന്നുള്ളത്. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ വിവർത്തനം വായിക്കൂ ഒരാള്. ഹരേ കൃഷ്ണ. വിദൂരർ കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയത് കണ്ട എല്ലാ കൊട്ടാര നിവാസികളും മഹാരാജാവ് യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കൾ ധൃതരാഷ്ട്രർ, സാത്യകി, സാഞ്ജയൻ, കൃപാചാര്യർ, കുന്തി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര, ഉത്തര, കൃപി, കൗരവരുടെ നിരവധി മറ്റ് പത്നിമാർ, പുത്രസമേതരായ കൊട്ടാരത്തിലെ മറ്റ് സ്ത്രീജനങ്ങൾ എന്നിവരെല്ലാം അതിരേകമായ സന്തോഷത്തോടെ അദ്ദേഹത്തിനരികിലേക്ക് ധൃതിയിൽ ചെന്നു. ദീർഘകാലത്തിന് ശേഷം സുബോധം തിരികെ ലഭിച്ചു വരുന്ന പോലെ അവർ കാണപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടെ വിതുരർ കൊട്ടാരത്തിലെത്തി തിരിച്ചു വന്നു. അതറിഞ്ഞപ്പോഴത്തേക്ക് വിതുരരുടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ആളായിരുന്നു വിതുരൻ. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കൊട്ടാര നിവാസികളും അവിടേക്ക് പാഞ്ഞു വരികയാണ് ചെയ്തത്. ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഓരോരുത്തരുടെ കാര്യവും വിശദീകരിച്ച് നമുക്ക് ശ്രീല പ്രഭുപാദര് ബുദ്ധിൽ തന്നിട്ടുണ്ട്. ഗാന്ധാരി ആരായിരുന്നു, അതുപോലെ പൃഥ ആരാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. ദ്രൗപദി ആരാണ്, അതുപോലെ സുഭദ്ര ആരാണ്, ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ശ്രീല പ്രഭുപാദര്. ഇതിനകത്ത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ലോകചരിത്രത്തിലെ ഏറ്റവും ഉത്തമ പതിവ്രത എന്ന് പേര് കിട്ടിയ ആളായിരുന്നു ഗാന്ധാരി. ഗാന്ധാരി ആരുടെ പുത്രിയാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സുബല രാജാവിന്റെ പുത്രിയായിരുന്നു. ഇപ്പം ആ രാജ്യം തന്നെ അദ്ദേഹം അവര് ജനിച്ചത് കാബൂളിലാണ്. ഇന്ത്യയിലല്ല ഇപ്പൊ ആ രാജ്യം. അപ്പം അവർക്കുണ്ടായ അവസ്ഥയെ കുറിച്ചും അവര് ഇവിടെ എത്തി തന്റെ കണ്ണുകളെ മൂടിക്കെട്ടാനുണ്ടായ കാര്യവും എല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അവര് ഭയങ്കര ശിവഭക്തയായിരുന്നു.
അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു 100 പുത്രന്മാരുണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ശിവനെ പ്രസാദിപ്പിച്ച് 100 പുത്രന്മാരെ ലഭിക്കാനുള്ള അനുഗ്രഹമൊക്കെ നേടിയ ഒരു സ്ത്രീയായിരുന്നു. അപ്പം അവര് വിവാഹം കഴിച്ച് പോരുമ്പോൾ ഒരു അന്ധനെയാണ് വിവാഹം കഴിക്കുന്നതെന്നൊന്നും ആദ്യമേ മനസ്സിലായില്ലെങ്കിലും പിന്നീട് അത് അറിഞ്ഞപ്പോൾ തന്നെ തന്റെ ഭാവിവരൻ അന്ധനാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അവര് തന്റെ കണ്ണുകൾ മൂടിക്കെട്ടി ഇനിയും ആയുഷ്കാലം അന്ധയായി ജീവിക്കാൻ തന്നെ ഒരു തീരുമാനമെടുത്ത ഒരു സ്ത്രീയായിരുന്നു അവര്. അപ്പം യഥാർത്ഥത്തിൽ അവരുടെ ജ്യേഷ്ഠനായിരുന്ന ശകുനിയും കൂടി അവരുടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അപ്പം വളരെ സുന്ദരിയായിരുന്നു ഗാന്ധാരി. അതുപോലെ സർവഗുണ സമ്പന്നയുമായിരുന്നു. വളരെ നല്ല സ്ത്രീ തന്നെയായിരുന്നു. പക്ഷെ എപ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സേത് ാണ് വ്യതിചലിക്കുക എന്നറിയില്ല. ഒരുപാട് ഗുണങ്ങളുടെ നിലനിലമായിരുന്നു ഗാന്ധാരി എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായിരുന്നു അവര്. സർവ സദ്ഗുണങ്ങളും നിറഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ സ്ത്രീ സഹജമായ ചാപല്യം അതിൽ ഉണ്ടാകുമായിരുന്നു എന്നൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ കുന്തിദേവിയും ഇവർ രണ്ടുപേരും ഗർഭിണികളായിരുന്നു. പക്ഷേ ഇവരാദ്യം പ്രസവിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ കുന്തിദേവി പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ മനസ്സിൽ ഒരാഗ്രഹമോ വൈരാഗ്യം എന്താണോ ഉണ്ടാകുന്നത് അവര് പ്രസവിക്കാത്തതിൽ അവരുടെ ആദ്യം ഉണ്ടാകുന്ന മകനാണ് രാജാവാകുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവർക്കുണ്ടായ ഒരു വൈരാഗ്യം കൊണ്ട് അവര് വയറ്റത്തടിക്കുകയും അങ്ങനെ അതിൽ നിന്ന് മർദ്ദിച്ചത് കൊണ്ട് ഒരു മാംസമുണ്ടത്തെ അവർ പ്രസവിക്കുകയും ചെയ്തു. പക്ഷെ വലിയ ഭക്തിയായിരുന്നു, വ്യാസദേവ ഭക്തിയായിരുന്നു. ഉടനെ വ്യാസദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വ്യാസദേവനെ വിളിക്കുകയും അങ്ങനെ വ്യാസദേവൻ പറഞ്ഞു അത് 100 കലങ്ങളിലാക്കി ഒരാളിനെ ഛേദിച്ച് 100 കലങ്ങളിലാക്കി അടച്ചു വെക്കുകയും അങ്ങനെ അവർക്ക് അതിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞപ്പോൾ 100 പുത്രന്മാരുടെ മാതാവാകുക എന്ന ആഗ്രഹത്തെ ശിവന്റെ അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി അങ്ങനെ ആ ശിവന്റെ അനുഗ്രഹം അനുസരിച്ച് അവർക്ക് 100 പുത്രന്മാരുണ്ടാവുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ചാബല്യം അവരിൽ ഉണ്ടായി എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സ് എങ്ങനെ സഞ്ചരിക്കുമെന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. കാരണം വളരെ നല്ല സദ്ഗുണ സമ്പന്നയായിരുന്നു. വളരെ പാതിവൃത്യത്തിന്റെ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ്. ഭക്തയായിരുന്നു, ശിവഭക്തയായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏത് സമയത്തും നമ്മുടെ മനസ്സ് ചഞ്ചലമാകാം. മനസ്സിൽ കാര്യസാധ്യം ഉണ്ടാകാതെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴാണ് മാറിപ്പോകുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത് ഹരിനാരായണ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഏകാന്ത ഭക്തി ഉണ്ടാകണം. അത് ഇത് നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് എപ്പോഴും അതിൽ കൂടി തന്നെ സഞ്ചരിച്ചിട്ടില്ല എങ്കിൽ എത്ര ഭക്തി ഉണ്ടായാലും ശരി ചിലപ്പോൾ ആ ഭക്തിയിലും ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. വളരെ ഭക്തയായിരുന്നു എന്നിട്ട് പോലും അവരുടെ മനസ്സിൽ വൈരാഗ്യം ആ സമയത്ത് ഒരു നിശ്ചിത സമയം മാത്രമാണ് അതിനുണ്ടായത്. ആ സമയത്ത് അത് ജനിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടും അവരത് പ്രകടമാക്കിയിട്ടില്ല. പിന്നെ അത് പോയില്ല. എന്തോ അവരിലുണ്ടായ ആ ചിന്താഗതി അവർക്ക് ഇങ്ങനെയായി മാറുകയും ചെയ്തു എന്നതാണ് പറയുന്നത്. അപ്പം പിന്നീട് അവര് എല്ലാവരെയും എല്ലാ മക്കളെയും ഒരുപോലെ തന്നെ കാണണമെന്ന് തന്നെ അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു, ധൃതരാഷ്ട്രനോട് ആവശ്യപ്പെട്ടു. പാണ്ഡവരെയും നോക്കി വളർത്തണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ അവരാരും അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളത്. അവര് തന്റെ 100 പുത്രന്മാരെയും രാജാക്കന്മാർക്കൊത്ത പ്രാതിനിധ്യത്തോടു കൂടി തന്നെ വളർത്തുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആണെങ്കിലും ആചാര്യന്മാര് പറയും കണ്ണു ഓടിപ്പെട്ടി പോയത് കൊണ്ട് ചില ദോഷങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ഒരുപക്ഷെ ഭർത്താവിന് കണ്ണ് കാണാത്ത അവസരത്തില് ഇവരെ സ്വന്തം കണ്ണ് ഉപയോഗിച്ച് തന്റെ കൊട്ടാരത്തെ വേണ്ട രീതിയിൽ കൊണ്ടുപോകും, തന്റെ രാജ്യത്തെ വേണ്ട രീതിയിൽ ഭരിച്ചു കൊണ്ടുപോകുന്നതിനും മക്കളെ വേണ്ട രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും കൂടുതൽ ശ്രദ്ധാലുവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭർത്താവിനെ അനുഗമിച്ച് കണ്ണുമൂടിപ്പെട്ട് കണ്ണ് കാണാതിരിക്കാതെ കണ്ണ് ഉപയോഗിച്ച് ഭർത്താവിന്റെ കണ്ണായിട്ട് ഒരു സ്ത്രീ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മക്കൾ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നും. പക്ഷേ അവര് അതല്ല ഇഷ്ടപ്പെട്ടത്. അവര് തന്റെ ഭർത്താവിന് വേണ്ടാത്തത് തനിക്കും വേണ്ട എന്ന ചിന്താഗതി അവരെടുത്തു. ഒരുപക്ഷെ അത് അവരുടെ മക്കളുടെ അധപ്പതനത്തിന് കാരണമായി എന്നൊക്കെ കാണുന്നു. ഏകദേശം എല്ലാ പുത്രന്മാരെയും അവര് വേണ്ട വിധത്തിൽ തന്നെ വളർത്തി. അവർക്ക് പാണ്ഡവരോടും സ്നേഹം ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവര് യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ യുദ്ധം നടത്തണ്ട എന്നും അവർക്ക് രാജ്യം അവർക്കും കൊടുക്കണം ഇവർക്കും കൊടുക്കുക, 2 കൂട്ടർക്കായി വീതിച്ചു കൊടുക്കൂ എന്ന്
അവരോട് ആവശ്യപ്പെടുന്ന യുദ്ധത്തെ ഒട്ടും തന്നെ അവർ അനുകൂലിച്ചതേയില്ല. കാരണം ഒരുപക്ഷെ അവരുടെ മനസ്സിലും ധർമ്മം യഥോധർമ്മ ജയ, അതറിയാമായി ധർമ്മമുള്ളിടത്തെ ജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് യുദ്ധം നടത്താൻ അവർ ഒട്ടും തന്നെ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പം രാജ്യത്തെ രണ്ടായി വിഭജിച്ച് രണ്ടു കൂട്ടർക്കുമായിട്ട് കൊടുക്കാനാണ് വെച്ചത്. പിന്നെ പക്ഷേ അതൊക്കെ കഴിഞ്ഞ് യുദ്ധം നടന്നു. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. ജനാർദ്ദനൻ എന്താഗ്രഹിക്കുന്നോ ജനാർദ്ദനൻ അത് നടത്തിയിരിക്കുന്നല്ലോ. അങ്ങനെ എന്താണ് ധർമ്മത്തെ തന്നെ സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ ധർമ്മ സ്ഥാപനത്തിന് വേണ്ടി യുദ്ധം നടക്കുകയും ചെയ്തു. പക്ഷേ യുദ്ധം കഴിഞ്ഞ് മക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വിഷമം അത് ഇവരെയൊക്കെ ഭീമനെയും അതുപോലെ യുധിഷ്ഠിരനെയും ഒക്കെ ശപിക്കാൻ തുടങ്ങുന്നുണ്ട്. വ്യാസദേവൻ പക്ഷേ അതിന് അനുവദിക്കുന്നില്ല. വ്യാസഭക്തയായിരുന്നല്ലോ. വ്യാസദേവൻ അതിൽ നിന്ന് തടയുകയും സ്വാന്തനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രീകൃഷ്ണന്റെ സമക്ഷം ഇവരുടെ മക്കളെല്ലാം മക്കളുടെ ഈ മൃതശരീരം എല്ലാം കാണിച്ചു കൊടുക്കുകയും എന്തിനു നീ ഇത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷേ ഭഗവാൻ അവരെ സാന്ത്വനിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ കർണനെ വധിച്ചതിലും കർണന്റെ ഭാര്യയുടെ ആ വിലാപത്തെ കുറിച്ചും ഒക്കെ കൃഷ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണനെ ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയും പക്ഷെ ഭഗവാൻ അവരെ സമാശ്വസിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവര് ലാസ്റ്റിലെ ഭർത്താവിനോടൊപ്പം തന്നെ ഹിമാലയത്തിലേക്ക് പോവുകയും വനത്തിൽ തന്റെ പതിദേവനോടൊപ്പം ജീവിക്കുകയും, കാരണം അതിനുശേഷം കാട്ടുതീയിൽപ്പെട്ട് ഭർത്താവ് മരിക്കുമ്പോൾ അവരും മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ കുന്തി ദേവിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശൂരസേന രാജാവിന്റെ പുത്രിയാണ് കുന്തി എന്നറിയാം. അതുപോലെ വസുദേവരുടെ സഹോദരിയാണ്. പിന്നെ അവര് ശൂരസേനന്റെ അടുത്ത് നിന്ന് കുന്തി ഭോജനം എടുത്തുകൊണ്ടുപോയി. ആ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനി അത് ഓർമ്മിപ്പിക്കുന്നില്ല. പിന്നെ അവർക്കുണ്ടാകുന്ന മക്കളെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് കഥ അറിയാവുന്നതാണ്. പിന്നെ ദ്രൗപദിയുടെ കാര്യവും ദ്രുപദന്റെ ശ്രേഷ്ഠപുത്രിയായിരുന്നു. അത് അവരുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ശചി ദേവിയുടെ ഭാഗ്യ അവതാരമായിരുന്നു ദ്രൗപദി. ഇന്ദ്രന്റെ ദേവന്റെ ഭാര്യയായ ശചി ദേവിയുടെ അവതാരമാണ്. പിന്നെ അവരെ എങ്ങനെയാണ് വിവാഹം നടന്നതെന്നും അർജുനൻ വിവാഹം കഴിച്ചതും അവരിവിടെ കൊണ്ടുവരുന്നതും അവർ 5 പേരും കൂടി എടുത്തോളാൻ അമ്മ പറയുന്നതും അതനുസരിച്ച് അവരെ 5 പേരുടെയും ഭാര്യയായി മാറുന്ന കഥയും നിങ്ങൾക്കറിയാം. അവർക്ക് 5 പുത്രന്മാരാണ്. ഞാൻ നേരത്തെ അവരുടെ പേരെല്ലാം തന്നിട്ടുണ്ട്. ഓരോ പുത്രന്മാരും ഓരോ പാണ്ഡവർക്കും ഉണ്ടായി. പ്രതിഭിത്ത് യുധിഷ്ഠിരനും സുതസോമൻ, ഈ പുസ്തകത്തിലുണ്ടത്. സുതസോമൻ ഭീമസേനും ശ്രുതകീർത്തി അർജുനനും ശതാനീകൻ നകുലനും ശ്രുതകർമ്മൻ സഹദേവനും. അതൊന്ന് നോട്ട് ചെയ്ത് എല്ലാവരും പഠിച്ചത്. അപ്പൊ ആ പുത്രന്മാരായിരുന്നു. വളരെ അവരെ കുറിച്ച് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കഥയാണ്, അതുകൊണ്ട് പോകുന്നില്ല. പിന്നെ സുഭദ്ര ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ സഹോദരിയാണ്. അതുപോലെ വസുദേവ പുത്രിയുമാണ് സുഭദ്ര. അതുപോലെ സുഭദ്ര അർജുനനെ വിവാഹം കഴിക്കുന്നതും പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഒരുപാടുണ്ട്, കഥകളെല്ലാം ഒരുപോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പുസ്തകത്തില്. അതെല്ലാം പിന്നെ സുഭദ്രയുടെ പ്രാധാന്യം നമുക്ക് ജഗന്നാഥപുരിയെ കുറിച്ച് ചേർക്കുമ്പോൾ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് സഹോദരന്മാരോടൊപ്പം സുഭദ്രാദേവി ഉള്ളത്. ഒരു ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്രയോ പേര് അവിടെ സന്ദർശിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അതിനെക്കുറിച്ചും ഇതിനകത്ത് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടി ഗാന്ധാരി വ്യാസദേവന്റെ സഹോദരിയാണോ? അല്ല, മാതാജി സഹോദരിയല്ല, വ്യാസദേവന്റെ ഭക്തയാണ്. സീരിയലിൽ അങ്ങനെ സഹോദരി എന്ന് കാണിച്ചോ? അല്ലല്ലോ. ശകുനിയുടെ സഹോദരിയല്ലേ ശകുനിയുടെ സഹോദരി ഗാന്ധാരി. ശകുനിയുടെ സഹോദരി ഗാന്ധാരി ഭയങ്കര ഭക്തയായിരുന്നു. വ്യാസദേവൻ എന്ത് പറയുന്നു, വ്യാസദേവൻ അവിടെ പ്രത്യക്ഷപ്പെടും. കാരണം ഈ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് വളരെ എന്താ വെച്ചാൽ മകന്റെ ശരീരങ്ങൾ ഒന്നല്ലല്ലോ, 100 പേരുടെ ശരീരങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. അതെല്ലാം അവർക്ക് ആ ഒരിത് വളരെ വേദന അനുഭവിക്കുന്ന അവസരത്തില് എന്താ ചെയ്യേണ്ടത്, ആ ഒരു സമയത്താണ് അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ ആ മാംസപിണ്ഡത്തെ പ്രസവിക്കുന്ന അവസരത്തില് ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വളരെ ഭക്തയായിരുന്നു.
വ്യാസദേവൻ എന്ത് പറഞ്ഞാലും അതുപോലെ കേൾക്കുമായിരുന്നു. അതുകൊണ്ടാണ് ശപിക്കാൻ ഒരുങ്ങിയതാണ്, എന്നിട്ട് പോലും അവരെ ശപിച്ചില്ല എന്നുള്ളത്. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കാരണമായിട്ട് എപ്പോഴും ശകുനി കൂടെ ഉണ്ടായിരുന്നല്ലോ. അതാണ് പ്രധാനമായിട്ടുള്ള കാരണം അവരുടെ ജീവിതത്തിൽ. പിന്നെ ആരുടെയാണ്? പിന്നെ ധൃതരാഷ്ട്രക്ക് വേറെ ഒരു വൈശ്യഭാര്യയിൽ ഒരു മകനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ധൃതരാഷ്ട്ര യുയുത്സു, അതാണ് യുയുത്സു. പിന്നെ ശാരദ്വതൻ കൃപാചാര്യരാണ്, അത് പറഞ്ഞിട്ടുള്ളതാണ്. ആരും ഇല്ലല്ലോ, പ്രത്യേകിച്ച് അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി എത്തി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ ശ്ലോകം വായിച്ചല്ലോ. ഓക്കെ, അടുത്ത ശ്ലോകം. കൂട്ടത്തിൽ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ശ്ലോകമെങ്കിലും നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും ഒരു ശ്ലോകം പഠിച്ചിരുന്നോ? ഹരേ കൃഷ്ണ. ഭാഗവത്തിലെ ഏതെങ്കിലും ശ്ലോകം ഒരാഴ്ച കൊണ്ട് ഒരു ശ്ലോകമെങ്കിലും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഒരു ശ്ലോകം പഠിച്ചോ? പ്രത്യേകിച്ച് ആ ശ്ലോകവും ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ആർക്കും ശബ്ദമില്ല, എല്ലാവരും. മാതാജി ഇതിനകത്ത് മാതാജി പറഞ്ഞത് ഒരു 28ാമത്തെ ശ്ലോകത്തെ പറ്റി പറഞ്ഞു, പരിഭാഷ ശ്ലോകം. അത് പറഞ്ഞിരുന്നു. പിന്നെ മറ്റുള്ള ശ്ലോകങ്ങള് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഭാഗവതം പുസ്തകമൊന്നുമില്ല. എനിക്ക് സഹായം തരുന്നത് നമ്മുടെ വസന്ത മാതാജിയാണ് ഈ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ശ്ലോകങ്ങൾ എനിക്ക് അയച്ചു തരുന്നത്. അങ്ങനെ ഞാനിപ്പം നോക്കി വേണ്ടുന്ന രീതിയിൽ ട്രൈ ചെയ്യാം മാതാജി. ഹരേ കൃഷ്ണ. വസന്ത മാതാജി 1-11-7-8 പ്രഭുവിന് അയച്ചു കൊടുക്കണം. 1-11-7-8 വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നതാണ്. നമ്മൾ ഡെയിലി അത് പറയണം, ഏത് സമയത്തും. അത് നല്ലതാണ്. പിന്നെ ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേക്ക്. അപ്പൊ പുസ്തകമുള്ളവരാരും പഠിച്ചില്ലേ? ലതമാതാജി ഒന്നും പഠിച്ചില്ലേ? ഇല്ല മാതാജി. ഹരേ കൃഷ്ണ. സോറി മാതാജി. ഫസ്റ്റ് കാൻഡോ 11 ചാപ്റ്റർ ആണോ? ഫസ്റ്റ് കാൻഡോ 11 ചാപ്റ്ററിലെ 7th ശ്ലോക. പഠിക്കാം മാതാജി, തീർച്ചയായും ഇന്ന് പഠിക്കും മാതാജി. ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാ ച സുഹൃത്പതിപിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനി വൃത്യാ ഋതിനോ ബഭൂവിമാം. ദിവസേന അത് സന്ധ്യയ്ക്ക് പറയാവുന്നതാണ്. ഈ സമയത്ത് ഭഗവാന്റെ അടുത്ത് വിളക്ക് കൂട്ടി വെച്ചിട്ട് പറയുകയാണ്. ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാത അഥ സുഹൃത്പതി പിത ത്വം സദ്ഗുരു ന പരമം ച ദൈവതം യസ്യാനിവൃത്യാ കൃതിനോ ബഭൂവിമ. അപ്പം 1-11-7. അത് മാതാജി മാത്രമല്ല എല്ലാവരും ശ്ലോകം പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരാഴ്ചയുണ്ട് നമുക്ക്. ഒരാഴ്ച കൊണ്ട് ഒരു അറ്റ്ലീസ്റ്റ് 1 ശ്ലോകം അത് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഭാഗവത്തെ കുറിച്ച് പറയും. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രധസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. ഭാഗവതം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ശ്ലോകം പറഞ്ഞിട്ട് എടുക്കുന്നത് ഏറ്റവും പ്രധാനം. അപ്പം അതിനെ ആ ഒരു ഭാഗവത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാണ്. നമാമി ദേവം കരുണാനിധാനം. കരുണയാണ് ആ ഭാഗവതം. അപ്പൊ ഭഗവാന്റെ ഏത് വർണ്ണമാണ്? തമാലവർണ്ണം. ആ വർണ്ണം എവിടെയുണ്ട്? സുഗിതാവതാരം സ്വമായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. അപാര സംസാര സമുദ്ര സേതു ഭജാമഹേ ഭാഗവത സ്വരൂപം. അപ്പൊ ഭാഗവതം എടുക്കുന്നതിന് മുമ്പായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ശ്ലോകം ഇതിപ്പോ നമ്മുടെ പുസ്തകത്തിലുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശ്ലോകമാണ് 1-11-7 എന്നുള്ളത്. പഠിക്കാൻ താല്പര്യമുള്ളവരെ അത് പഠിക്കും. ഒരാഴ്ച ഒരു ശ്ലോകം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ ദ്വിതീയ സ്കന്ധത്തിലെ 8ാമത്തെ ശ്ലോകം എനിക്ക് കാണാതെ അറിയാം. ദ്വിതീയ സ്കന്ധത്തിലെയോ? ഓക്കെ, പറഞ്ഞോളൂ.
കേജി സ്വദേഹാന്തഹൃദയാകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം സ്മരന്തി. ഹരേ കൃഷ്ണ. ഭഗവാനെ ഓർമ്മിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ആ ഭഗവാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏത് ശ്ലോകങ്ങൾ ഇത് ഞാൻ പറയാൻ കാരണം ഇത് നമ്മളോട് അങ്ങ് പറയുകയാണ്. നമ്മൾ ഭഗവാനോട് പറയാം, ഭഗവാനേ അങ്ങ് ആരാണ്, അങ്ങ് എനിക്ക് ത്വമേവ മാത, അമ്മയും അങ്ങാണ്, അച്ഛനും അങ്ങാണ്, സുഹൃത്തും അങ്ങാണ്, പതിയും അങ്ങനാണ്, പിതാവും അങ്ങാണ്. എന്നുവെച്ചാൽ ഈ ശ്ലോകം കണ്ടപ്പോ നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നിയില്ലല്ലോ എന്ന് എനിക്ക് അതിശയം തോന്നി. ത്വമേവ മാത അധ സുഹൃത്ത് പതി പിത. അപ്പം ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാധ സുഹൃത് പതി പിത ത്വം സദ്ഗുരു ന പരമം ച ദൈവതം യസ്യാനുഭൃത്യാ തുതിനോ ആ നമ്മൾക്ക് ആ ഓരോ ശ്ലോകങ്ങളും ഭഗവാനെ ബന്ധപ്പെട്ട് ഭഗവാനോട് അങ്ങോട്ട് നമ്മൾ പറയുകയാണ്. അപ്പൊ അത് പഠിക്കാനുള്ള താല്പര്യം നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം പഠിച്ചില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് നിങ്ങളെ പറയുന്നത്. കാക്കാടൻ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ 1-2 ശ്ലോകങ്ങൾ ചൊല്ലുമല്ലോ. കൃഷ്ണായ വാസുദേവായ, അങ്ങനെ രണ്ട് ശ്ലോകം അറിയാം. അതൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉണ്ടായപ്പോ തന്നെ നിങ്ങളുടെ വീട്ടിൽ അതെ അതെ, നമ്മൾ ദിവസേന ചെല്ലുന്നത് കൊണ്ട് അങ്ങനെ പഠിച്ചു. ആദ്യം തന്നെ ചെയ്യുവാന്നേരം അതൊക്കെ. ഹരേ കൃഷ്ണ മാതാജി. ആ തമാല പറഞ്ഞ അത് എത്ര മാതാജി ആ ശ്ലോകം തമാല പറഞ്ഞ? നമാമി ദേവം കരുണാനിധാനം വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. നമാമി ദേവം കരുണാനിധാനം, കരുണക്കിരിപ്പടമായിട്ടുള്ളത്. തമാലവർണം തമാലവർണ്ണമാണല്ലോ ഭഗവാനുള്ളത്. അവതാരം. ഇനി അത് എങ്ങനെയുള്ളതാണ്? അപാര സംസാര സമുദ്ര യഥാ ആ സമുദ്രത്തെ അതിനെയൊക്കെ കടന്നു പോകാൻ നമ്മളെ അപാര സംസാര സമുദ്ര സേതു, ഈ മഹാഭയങ്കരമായിരിക്കുന്ന ഈ ഭൗതിക ലോകത്തെ കടന്നു പോകാൻ അതാണ് അപാര സംസാര സമുദ്ര സേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. ഞാൻ ഈ ഭാഗവത സ്വരൂപത്തെ നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്ര സേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. ഭാഗവതത്തെ ഭഗവാനായിട്ട് തന്നെ നമ്മൾ കാണുക. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം ഒന്ന് വായിച്ചു പോകാൻ നമുക്ക് സമയം കഴിഞ്ഞു അല്ലെ, സമയമായി കഴിഞ്ഞു. പ്രത്യുജ്ഞോ പ്രഹർഷേണ പ്രാണം തന്വൈവാഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനൈഃ. പ്രത്യുജ്ഞോ പ്രഹർഷേണ പ്രാണം തന്വൈവാഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനൈഃ. ഉജ്ജഗ്മു അതാണ് പ്രത്യുജ്ഞു. അത് കഴിഞ്ഞിട്ട് ഉജ്ജഗ്മു അവിടെ വരുന്നുണ്ട്. പ്രത്യുജ്ഞു പ്രഹർഷേണ പ്രാണം തന്വഹ ഇവ ആഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗ അഭിവാദനൈഃ. ഉജ്ജഗ്മു പ്രതി ഡയറക്റ്റ് ആയിട്ട് നേരെ. ഉജ്ജഗ്മു എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞു. ഉജ്ജഗ്മു പ്രത്യുജ്ജഗ്മു പ്രഹർഷേണ അത്യധികം സന്തോഷത്തോടെ പ്രാണം ജീവൻ തന്നുഹ ശരീരം തനു ശരീരമാണെന്നല്ല മലയാളത്തിലുള്ളതാണ്. തന്നുഹ ഇവ ആഗതം പോലെ ആഗതം പുനരാഗമിച്ചു. അഭിസംഗമ്യ സമീപിച്ചുകൊണ്ട് വിധിവത് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായ രീതിയിൽ. പരിഷ്വംഗ ആശ്ലേഷിക്കുന്നതിനെയാണ് പരിഷ്വംഗ എന്ന് പറയുന്നത്. അഭിവാദനൈഃ
വന്ദിക്കുക, വന്ദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അഭിവന്ദിച്ചുകൊണ്ട്, അഭിവാദനങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ പ്രത്യുജ്ഞു നേരെ പോയി, പ്രഹർഷേണ വളരെ സന്തോഷത്തോടു കൂടി, പ്രാണം എന്ന് പറഞ്ഞാൽ ജീവന്, തന്വ ശരീരത്തിലെ, ഇവ പോലെ, ആഗതം പുനരാഗമിച്ചു എന്ന് വെച്ചാൽ വീണ്ടും വന്നു ആഗതം, അഭിസംഗമ്യ സമീപിച്ചുകൊണ്ട്, വിധിവത് യുക്തമായ രീതിയിൽ, പരിശ്വങ്ക ആശ്ലേഷിച്ചുകൊണ്ട്, അഭിവാദനേഹി അഭിവാദനങ്ങളാൽ. അപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്ക് അവർക്കുണ്ടായ മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വശരീരങ്ങളിൽ പ്രാണൻ പുനരാഗമിച്ചതുപോലെ അത്യന്തം ആനന്ദാതിരേകത്തോടെ അവരെല്ലാം അദ്ദേഹത്തെ സമീപിച്ചു. അവർ പ്രണാമങ്ങൾ കൈമാറുകയും പരസ്പരം ആശ്ലേഷിച്ച് സ്വാഗതം നൽകുകയും ചെയ്തു. വീട്ടിൽ നിന്ന് പോയപ്പോഴേ ഭഗവാൻ രാജാവിനും മറ്റുള്ള എല്ലാവർക്കും വിതുരര് പോയപ്പോഴേക്ക് വളരെ സങ്കടമായിരുന്നു. ആ സങ്കടം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയതുപോലെ ആയിപ്പോയി. ആ ഒരു ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ എന്നുള്ളതാണ്. സ്വശരീരങ്ങളിൽ പ്രാണൻ പുനരാഗമിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ വളരെ ആനന്ദത്തോടുകൂടി അവരെല്ലാവരും അദ്ദേഹത്തെ സമീപിച്ചു. അവർ പ്രണാമങ്ങൾ കൈമാറുകയും അവര് വിതുരരെ ആശ്ലേഷിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിതുരര് തിരിച്ചു വന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കുലത്തിലെ അംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. അത്രമാത്രം വേദനാജനകമായിരുന്നു വിതുരർ പോയത് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ആ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം എന്തിനു വന്നു എന്ന് നമ്മൾ ഇനിയും കാണും. പക്ഷെ കൊട്ടാരത്തിൽ നിന്ന് പോയപ്പോൾ അവർക്കുണ്ടായ ആ വിഷമത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഒരു ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രത്യക്ഷംഗു പ്രകർഷേണ പ്രാണം ധന്യ ഇവാഗതം അഭിസംഗമ്യ വിധിവത് പരിശങ്കാഭിവാദനേ. പരിശ്വങ്കാഭി ഒന്നിച്ചു ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. പരിശ്വങ്ക അഭിവാദനഹി എന്നാണ് പിരിക്കുമ്പോഴേ. പരിശ്വങ്കാഭിവാദനൈഹി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കണോ ഇനി? ഹരേ കൃഷ്ണ. പ്രത്യുജ്ഞോ പ്രഹർഷേണ പ്രാണം തന്വായിവാഗതം അഭിസംഗമ്യ വിധിവത് പരിശങ്കാഭിവാദനൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രത്യുജന്മു പ്രദർശേണ പ്രാണം തന്വ ഇവാഗതം അവിസംഗമ്യ വിധിവത് പരിശങ്ക അഭിവാദനൈഹ വാദനൈഹി. ഹരേ കൃഷ്ണ. വാദനൈഹി. വാദനൈഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. ശ്ലോകം 5 വരെ എടുത്തു. എല്ലാവരും ഒന്ന് വായിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. അപ്പോ ഒരു എറുമ്പിനെ അല്ലെങ്കിൽ അറിയാലോ, ഒരു യമദേവന് പോലും വിധി കർമ്മഫലം ബാധിച്ചു എന്നുള്ള കഥ എല്ലാവരും മനസ്സിലാക്കി അല്ലെ? നമ്മളെ ഓരോ ദിവസം എന്തുമാത്രം ജീവികളെ അടിച്ചു കൊല്ലുകയും തൂക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ യമദേവനെ വരെ ബാധിച്ചു എങ്കിൽ ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് സൂക്ഷ്മമായി ചിന്തിക്കുക. ഹരേ കൃഷ്ണ. ഇനി ഇതുമായിട്ട് ചർച്ചകളുമായിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം. മാതാജി ഇത്രയും നേരം നമ്മളിവിടെ വന്ന മാതാജിക്കും മാതാജിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് അതിരപൂർവ്വം ഒരു 4 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.